അമ്മ അവളെവിടെ? അവളിവിടെ അതാ വരെയല്ലേ. ചോറ് എടുക്കട്ടോ. കഴിക്കാൻ തോന്നുന്നു. ചോറും ചമ്മന്തി അതൊക്കെയല്ലേ ഉള്ളൂ. വേറെന്താ കഴിക്കാൻ? മക്കളെ ഇതുപോലെ ഇല്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. ഉള്ളത് വെച്ചല്ലേ അമ്മ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ അമ്മ ജോലിക്കൊക്കെ പോകുമ്പോ കറി മീനൊക്കെ വാങ്ങി കറി വെച്ച് തരാൻ പറയും. കണ്ടാടാ, അവൾക്ക് നമ്മുടെ ബുദ്ധിമുട്ട് അറിയാതെ അവള് സംസാരിക്കണണ്ടാ. ഇത്രയും ദിവസം ഞാൻ ബുദ്ധിമുട്ട് അറിഞ്ഞല്ലേ. എനിക്ക് സ്കൂൾ ഇറക്കാറ് കാണിച്ചു തരാം അമ്മ. ഒരാഴ്ച കഴിയട്ടെ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച എന്തരേ ഉള്ളൂ സ്കൂൾ ഇറക്കാൻ. വാങ്ങി തരാം. അമ്മ നിൽക്കണ വീട്ടിൽ പോയി അമ്മ കടം ചോദിച്ചു നോക്കട്ടെ. പൈസ കിട്ടുകയാണെങ്കിൽ നിനക്ക് അവനും കൂടെ ഒരു ബാഗ് വാങ്ങിച്ചു തരാം. മക്കളെ സങ്കടപ്പെടാതെ ചോറ് കഴിക്കും. ചോറ് കഴിക്കും. കണ്ട എന്ത് ചെയ്യാനാടാ? കണ്ട ഇതാണ് അവസ്ഥ. ഒരു ബാഗ് ആണ് അത്ര പറഞ്ഞേ ഉള്ളൂ. മക്കളെ നീ എന്ത് പറയുന്നു മക്കളെ? കഴിയാത്തോണ്ടല്ലേ അവൾ അത് മനസ്സിലാക്കാത്തത് കണ്ടോ? ഞാൻ ഇനി കുറച്ച് ദിവസം ക്ലാസ്സിലൊന്നും പോവാതെ ഞാൻ ജോലിക്ക് വിട്ടാ. മക്കൾ അങ്ങനെ പോണ്ട. അമ്മ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചില്ല. നീ അങ്ങനെ ജോലിക്ക് കൊണ്ട് ഇനി 2 വർഷത്തെ കോഴ്സും കൂടെ പഠിച്ച എന്റെ മക്കൾക്ക്. അതിന്റെ ഇടയിൽ 2-3 ദിവസം പോയി അവർക്ക് സ്കൂൾ ബാഗ് വാങ്ങാനൊക്കെ പൈസ കിട്ടുമല്ലേ. മക്കള് ടെൻഷൻ അടിക്കട്ടെ. അമ്മ പറഞ്ഞ മക്കള് അമ്മ ആ നിൽക്കുന്ന വീട്ടിലെ അയാളോട് ചോദിച്ചു നോക്കാം. അവിടുത്തെ മുതലാളിയോടെയേ ചോദിച്ചു നോക്കാം. പൈസ ഇട്ടിന് നിനക്കും അവക്കും കൂടെ നീ അതാണ് അമ്മ പ്ലാൻ ഇട്ടിരിക്കണത്. ഇപ്പൊ ഞാൻ പോയിട്ട് വയ്യാത്തതുകൊണ്ടല്ലേ പോകാത്തത്. മക്കളത് ടെൻഷൻ അടിക്കണ്ട. അമ്മ ഇച്ചിരി കിടക്കട്ടെ. മക്കള് ചോറ് കഴിച്ചോയേ. അമ്മ ഇച്ചിരി കിടക്കട്ടെ. മക്കളെ അങ്ങോട്ട് മാറി ഇത്തിരി അമ്മ കിടക്കട്ടെ മോളെ. എന്തോ മക്കളെ പിണക്ക് മാറിയില്ലേ? ഓ എനിക്ക് വയ്യപ്പാ. അമ്മോ പിള്ളേരെ എങ്ങനെ സമാധാനപ്പെടുത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹലോ, ആളുണ്ടാ? ഹലോ, ബാങ്കിന് ആള് വന്ന്. ആളെവിടെ? ആളില്ലേ? എന്താടാ എന്റെ അമ്മ ലോൺ എടുത്തിട്ട് അടയ്ക്കാത്ത? അമ്മ എവിടെ? അമ്മ വിളിക്ക്. അതറിഞ്ഞിട്ട് കാര്യമില്ല. ലോൺ കൃത്യമായിട്ട് അടയ്ക്കണ്ടല്ലേ. വിളി അമ്മ വിളി. അമ്മ വിളി. വിളിക്ക്. വന്നിരിക്കുന്നു. അയ്യോ അമ്മ. ആര്? ആരാന്തോ ലോണെന്തോ? ലോണിന്റെതാ? അമ്മ വരാം മക്കളെ. നിങ്ങൾ എന്താണ് ലോൺ അടയ്ക്കാത്ത കാരണം പറയും? മേഡം എനിക്ക് സുഖമില്ലാതായിപ്പോയി. അത് പറഞ്ഞാ പറ്റില്ല. കഴിഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ ലോൺ അടച്ചേ പറ്റൂ. കൃത്യമായിട്ട് ലോൺ അടച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ മാനേജരെ വിളിക്കാൻ നിങ്ങൾ സംസാരിക്കും. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് പൈസ തന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല, ഇവിടെ ഇരിക്കാം. എനിക്ക് കൃത്യമായിട്ട് ഈ ലോൺ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ ബാങ്ക് അടച്ചു കൂട്ടും. പിന്നെ നിങ്ങളെ വീടും കൂടെ പോകും. അറിയാമല്ല, വീട് അവര് ബാങ്കുകാർ കൊണ്ടുപോകും. അതിനേക്കാളും നിങ്ങൾ കുറച്ച് പൈസ ഒന്ന് തന്നാൽ ഞാൻ കൊണ്ട് മാനേജരെ കൊടുത്ത് സംസാരിച്ച് പൈസ അടയ്ക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പൈസ കൊണ്ടുപോകണം, അല്ലെങ്കിൽ മാനേജർ വരട്ടെ. നിങ്ങൾ പൈസ 5 മാസമായി പൈസ അടച്ചിട്ട്. അത് ഇനി പറഞ്ഞാൽ പറ്റൂല. പൈസ തന്നേ പറ്റൂ. ഇനി ഒന്നും മറുപടി ഒന്നും പറയാനില്ല. എന്തോന്ന് വിദേശി കുഴപ്പമില്ല. എന്തോന്ന് സംസാരമൊക്കെ കേൾക്കണ? ബാങ്കിൽ നിന്ന് വന്നതടി. ഞാൻ 2-3 മാസം കൊണ്ട് 5-6 മാസം കൊണ്ട് അടയ്ക്കണില്ലല്ലോ. അവിടെ നിന്ന് വന്നത് മാനേജർ പറഞ്ഞിട്ട് വന്നത് അടയ്ക്കാൻ ലോൺ അടയ്ക്കാൻ. അതെ മാഡം, അവര് സുഖമില്ലാതെ ആശുപത്രി കിടക്കായിരുന്നു. ഇപ്പം 2 ആഴ്ച ആയതേ ഉള്ള ഒരു വീട്ടിൽ വന്നിട്ട്. അവര് സാഹചര്യവും കൂടെ നോക്കണ്ടേ. ബാങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ. ബാങ്ക് ലോൺ നിങ്ങൾ എടുത്തിട്ടുള്ളല്ലേ, അപ്പൊ അടച്ചല്ലേ പറ്റുള്ളൂ. അടച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ വന്ന് ലോൺ അടച്ചില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് ലോൺ പൈസ കൊണ്ടുപോയേ പറ്റുള്ളൂ. കൊണ്ടുപോവാ എന്നെ ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ മാനേജർ വരട്ടെ. ആയിക്കോട്ടെ, അവരുടെ സാഹചര്യവും കൂടെ നോക്കണ്ടേ. അവര് കഴിഞ്ഞ ഈ 1 മാസത്തെ ഇതല്ലേ പെൻഡിങ് ഉള്ളൂ. അപ്പൊ അവര് ലോൺ എടുക്കുമ്പോ അറിയണമായിരുന്നു. അയ്യോ, ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അവര് അതറിഞ്ഞിട്ട് കാര്യമില്ല. ബാങ്കിൽ അങ്ങ് അതറിഞ്ഞിട്ട് കാര്യമില്ല. അവരെ വീട് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു പെൻഡിങ് വന്ന ഒന്നല്ല 5 മാസമായി. 5 മാസമായി. 1 മാസം 2 മാസം ആണെങ്കിൽ നമുക്ക് സമാധാനപ്പെടാം. ഇത് 5 മാസമായില്ലേ ലോൺ അടച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അവരെ വീട് വന്ന് കൊണ്ടുപോട്ട്. അപ്പൊ അവര് പഠിക്കും. കട ഇല്ലാതിരിക്കുമ്പോ പറ്റാത്തത് കൊണ്ടല്ലേ അവർ അടയ്ക്കാത്തത്. അതുവരെയും അത് ബാങ്കിൽ പറഞ്ഞാൽ പറ്റുമോ? ബാങ്കുകാർക്ക് അടച്ചല്ലേ പറ്റുള്ളൂ ലോണ്. ബാങ്കിൽ അവർക്ക് അടച്ചല്ലേ പറ്റൂ കൃത്യമായിട്ട്. അത് അവരടച്ചല്ലേ അവർക്ക് വേറെ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര തന്നെയല്ലേ ഉള്ളൂ. അവരെ സാഹചര്യം കൊണ്ടാണ് അവര് അടയ്ക്കാത്തത്. നിങ്ങളിപ്പം വന്ന് ഇവിടെ പ്രശ്നം. അത് ബാങ്കിൽ പാവാണെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അല്ലല്ല, ബാങ്കിൽ പാവാണെന്ന് പറയാൻ പറ്റുമോ? അടുത്തവരെ പൈസ, നിങ്ങളെ പാവപ്പെട്ടവരെ പൈസ എടുത്താണ് ഇവർക്ക് ലോൺ കൊടുക്കണം. അതല്ല, അങ്ങനല്ല. പാവപ്പെട്ടവരെ ലോണ് പൈസ വാങ്ങിച്ചാണ് പാവപ്പെട്ടവർക്ക് അവർക്ക് കൊടുക്കണം. അപ്പൊ അവരെന്ത് ചെയ്യണം?
അത് കൃത്യമായിട്ട് അടച്ചാലേ നമുക്ക് അവർക്ക് പലിശ കൊടുക്കാൻ പറ്റുള്ളൂ. അവരുടെ സാഹചര്യം കൊണ്ടാണ് അവർ അത് ഒരു മാസോ 2 മാസം ആണെങ്കിൽ നമ്മൾ സമാധാനപ്പെടും. അതിനപ്പുറമായോ സമാധാനപ്പെടാൻ പറ്റുമോ? അതാ കയ്യിൽ വെച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ വായിരിക്കണത് അത് അവിടെ ബാങ്കിൽ വന്ന് അവർ പറയട്ടെ. അത് ബാങ്കിൽ ഒന്ന് പറയട്ടെ. അവരിപ്പം ഉണ്ടായിരുന്നെങ്കിൽ അത് പറ്റില്ല. ഇപ്പൊ പൈസ തന്നേ പറ്റുള്ളൂ. പൈസ തന്നിട്ട് പോകണം. നിങ്ങൾ തരും പൈസ. എനിക്ക് തരാൻ എന്റെ നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ലോൺ എടുത്തിട്ടുണ്ട്. ഞാൻ ലോൺ അടയ്ക്കും. കൃത്യമായിട്ട് അടയ്ക്കണല്ല. പെൻഡിങ് വന്നാലും ഇതുപോലെ ഇങ്ങനെ വന്ന് മുട്ടാപിടുത്തം പിടിച്ചു കഴിഞ്ഞു. മാസം 5 ആയില്ലേ അവര് ലോൺ അടച്ചിട്ട്? 5 മാസം ആയില്ലേ അടച്ചിട്ട്? ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ ഇപ്പൊ ഒരു നിയമവും ഇല്ല. നിയമമുണ്ട്. ഇല്ല, നിയമമുണ്ട്. ബാങ്കുമായിട്ട് നിയമം. ഒരാൾക്ക് അതായത് ഇപ്പം നിങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റേതായ രീതിയിൽ നിങ്ങൾക്ക് വന്ന് സംസാരിക്കും. ഇങ്ങനെ ഷൗട്ട് അത് 1 മാസോ 2 മാസം നമ്മൾ സമാധാനം തന്നില്ലേ? 1 മാസം 2 മാസം സമാധാനം തന്നാ ഇനി അങ്ങനെ സമാധാനം തരാൻ പറ്റുമോ? 5 മാസമായി സംസാരിക്കാൻ ഒരു നിയമവും. അത് ചോദിക്കട്ടെ, അവർക്ക് പലിശയായ നിങ്ങൾ അടയ്ക്കുവോ? അവരടക്കില്ല എന്ന് അവര് മുതലടയ്ക്കാന്ന് പറഞ്ഞു. പലിശ അവരെ കൊണ്ട് അല്ല, മുതൽ അവരടയ്ക്കും. സാവകാശമാണ് ചോദിക്കുന്നത്. അവരടക്കില്ല എന്നവർ തീർത്ത് പറയുന്നത്. അവര് പലിശ അടയ്ക്കാൻ അവരെ കൊണ്ട് പറ്റൂല. അവരുടെ ബോഡി ഇപ്പൊ വീക്കാണ്. അവർക്ക് ജോലിക്ക് പോകാൻ ഇപ്പൊ നിവർത്തിയില്ല. അപ്പൊ അവര് കുറച്ച് സാവകാശമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് അവർക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് പൈസ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ മാനേര് വന്നിട്ട് ഈ ലോണിനൊരു ഏർപ്പാട് ഉണ്ടാക്കിയിട്ട് അവരെന്താണ് ചെയ്യണം നോക്കിയിട്ട് ഞാൻ പോണെന്നുള്ളൂ. ഇവിടെ ഇരിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കാം. ശരി, ആഴ്ചത്തേക്കുള്ളിൽ നിങ്ങൾ പൈസ തരാം. അത് പറഞ്ഞാൽ പറ്റൂല. പൈസ ഞാൻ ബാങ്കിൽ പോയി എന്ത് പറയാനാ? തരാം. അത് പറഞ്ഞാൽ പറ്റൂല. പൈസ തന്നേ പറ്റൂ. ഒരാഴ്ചത്തേക്കുള്ളിൽ തരാന്ന് പറഞ്ഞു. എല്ലാ പൈസയും കൊണ്ട് അടയ്ക്കുവോ ബാങ്കില്? എല്ലാം അടയ്ക്കാൻ പറ്റൂല, പാതിയാണ്. പാതി അടച്ചാൽ പറ്റൂലല്ലോ. ബാങ്ക് അങ്ങനെ എടുക്കൂലല്ലോ. പൈസ മൊത്തം കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ? പാതി അടയ്ക്കാനേ പറ്റുള്ളൂ. എല്ലാം അതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്കാനും അടയ്ക്കാൻ പറ്റൂല. അവൻ കുറേശ്ശെ അടയ്ക്കാന്ന് പറയല്ലേ? ബാങ്കിൽ അങ്ങനെ കുറേശ്ശെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. 5 മാസത്തതും സംസാരിച്ച് കുറേശ്ശെ അടയ്ക്കാം. മുടക്കം ചെയ്ത് കൊണ്ട് അടയ്ക്കുവോ? 5 മാസത്തതും? ശരി, എന്നാ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പൈസയൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളാം. അമ്മ ഇപ്പൊ പോയി കട.